ഇതും കൂടി തൻ്റെ വെച്ചോണം. എന്തേത്? തൻ്റെയും മോളുടെയും പേരിൽ ഞാനൊരു FD ഇട്ടിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ മെച്യൂറായി. എന്തെങ്കിലും ആവശ്യം വന്നാൽ തനിക്ക് തന്നെ എടുക്കാമല്ലോ. എന്നോട് ചോദിക്കാൻ നിൽക്കണ്ട. എന്തായി മോളെ? അമ്മേ, അതൊരു ഫിനാൻസ് കമ്പനിയാ. ഈ സ്വർണ്ണപ്പണയവും ചിട്ടിയും ഒക്കെ. ഇന്റർവ്യൂ കുഴപ്പമില്ലായിരുന്നു. പിന്നെ വേറെന്താ കുഴപ്പം? ആളുകൾ കൊണ്ടുവരുന്ന സ്വർണവും നാട്ടുകാരുടെ ചിട്ടിപ്പണവും ഒക്കെ കൈകാര്യം ചെയ്യേണ്ട സ്ഥലമല്ലേ. അതിന് വേറെ ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. എന്ത് നടപടിക്രമം? നമ്മളെ വിശ്വസിക്കാൻ കൊള്ളാവോ? നമ്മള് ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുവോ? അതോ കമ്പനി ചതിച്ചിട്ട് സ്വർണവും പണവും ഒക്കെ മോഷ്ടിച്ചു മുങ്ങുവോ എന്നൊന്നും അവർക്കറിയില്ലല്ലോ അമ്മേ. ഓ, അതിന് നമ്മൾ അവർക്കൊരു ഉറപ്പ് കൊടുക്കണം. എന്തുറപ്പാ മോളെ? അവർക്കൊരു ഉറപ്പിന് വേണ്ടിയിട്ട് നമ്മളൊരു തുക ആദ്യം കൊടുക്കണം. അയ്യോ, സാധാരണ ഈ കോളേജ് അഡ്മിഷനൊക്കെ കൊടുക്കത്തില്ലേ, അതുപോലെ ഒരു കോഷൻ ഡെപ്പോസിറ്റ്. അല്ല, എത്ര കൊടുക്കേണ്ടി വരും? സാധാരണ അവര് ജോലിക്ക് വരുന്നവരുടെ കയ്യിൽ നിന്നൊക്കെ മേടിക്കുന്നത് വലിയൊരു തുകയാ. പക്ഷെ ഞാൻ നെല്ലിശ്ശേരിയിലെ മരുമകളാണെന്ന് അറിഞ്ഞപ്പോ അവരാ തുകയൊക്കെ കുറച്ചു. മോളെ, നീ ആ തുക എത്രയെന്ന് പറ. ഒരു 20,000 രൂപയെങ്കിലും അവിടെ കൊടുത്തേ പറ്റൂ. അയ്യോ, ഒരു ഉറപ്പിന് അത്രയും മതി. സാധാരണ അവര് ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് 1,00,000 രൂപയാ മേടിക്കുന്നേ. ഈശ്വര, 20,000 രൂപയോ? ഇപ്പോഴത്തെ അവസ്ഥ നമ്മളിത് എവിടെ പോയി ഉണ്ടാക്കാനാ? എന്ത് ചെയ്തിട്ടായാലും ആ പൈസ ഉണ്ടാക്കി ആതിരെ ജോലിക്ക് വിടണം. ഇപ്പോഴത്തെ അവസ്ഥയില് ആതിരയ്ക്ക് ഒരു ജോലി അത്യാവശ്യമാ. അതെ, കേസ് തോറ്റുപോയാലും നമുക്ക് ജീവിക്കണ്ടേ? നമ്മളെല്ലാരും എന്തെങ്കിലും ജോലി കണ്ടുപിടിക്കുന്നതാ നല്ലത്. ഞാനും ഒരു ടെക്സ്റ്റൈൽ ഷോപ്പില് ജോലിക്ക് CV അയച്ചിട്ടുണ്ട്. കിട്ടിയാ ഞാനും പോവും. നമുക്ക് സച്ചിനോട് പറഞ്ഞാലോ? ഏട്ടൻ വിചാരിച്ച ഒരു 20,000 രൂപ എവിടെന്നെങ്കിലും മറിക്കാൻ പറ്റുമോ? മോളെ, അവനിപ്പോ വല്ലാത്ത ബുദ്ധിമുട്ടില്ല. വർക്ക്ഷോപ്പിൽ കൊടുക്കാൻ പണമില്ലാത്തതുകൊണ്ട് വണ്ടി പോലും ഇറക്കാതിരിക്കുക. അതിന്റെ പണി തീർന്നിട്ട് 1-2 ദിവസമായി എന്ന് പറയുന്നത് കേട്ട്. പിന്നെ നമ്മൾ അവനോട് എങ്ങനെയാ മോളെ പണം ചോദിക്കുന്നത്? മാത്രമല്ല, ഈ മാസത്തെ വാടക പോലും കൊടുത്തിട്ടില്ല. ഇനി എന്ത് ചെയ്യും നമ്മള്? സാരില്ലമ്മേ, നമുക്ക് വേറെ എന്തെങ്കിലും ജോലി നോക്കാം. ഈ ജോലി എനിക്ക് വിധിച്ചിട്ടില്ലെന്ന് കരുതിയാൽ മതി. സാരില്ലമ്മേ, എനിക്ക് വിഷമമൊന്നുമില്ല. സച്ചേട്ടനെ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. നമുക്ക് വേറെ നോക്കാം. ആതിരയ്ക്ക് ശരിക്കും വിഷമമായിട്ടുണ്ട്. ദൈവം തമ്പുരാൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല.
എന്താടോ തനിക്ക് എന്നോട് എന്തോ കാര്യമായിട്ട് പറയാനുള്ള പോലെ? ഞാൻ പറയുന്നത് അധികപ്പറ്റാന്ന് വിചാരിക്കില്ലെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നോട് മുഖവരെ എന്തിനാ? തനിക്ക് എന്നോട് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമില്ലടോ. പിന്നെന്താ? ഇത് കുറച്ച് പണത്തിന്റെ കാര്യ. തനിക്ക് എന്തിനാ ഇപ്പൊ പണം? നമ്മുടെ ഇവിടുത്തെ അമ്പലത്തില് കൊടിമരത്തിന്റെ പണികൾ നടക്കുന്ന കാര്യം ഗൂഗിളിന് അറിയാലോ. എടോ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല. ഉത്സവത്തിനാ ആ കൊടിമരത്തിന്റെ ഉദ്ഘാടനം. കാര്യമായിട്ട് എന്തെങ്കിലും സംഭാവന കൊടുത്താ. അതിനെന്താ, കൊടുക്കാലോ. അലമാരിൽ പണം ഇരിപ്പുണ്ട്, തനിക്ക് ആവശ്യമുള്ള പോയി എടുത്തോ. ചെല്ലടോ. ഗൂഗിൾ എത്ര കൊടുക്കണ്ടേ? അതൊക്കെ തന്റെ ഇഷ്ടം. ദൈവത്തിന്റെ കാര്യമല്ലേ, തനിക്ക് എത്ര വേണേലും കൊടുക്കാം. താൻ ആവശ്യമുള്ള എടുത്തോടോ. വേണ്ട, ഞാൻ എടുക്കുന്നില്ല. ഗൂഗിൾ തന്നെ എടുത്തു തന്നാ മതി. എടോ താൻ എടുത്തോ. അത് വേണ്ട ഗൂഗിൾ. ശരി, അത്രയ്ക്ക് നിർബന്ധമാണ്, പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ആ അതങ്ങ് എടുത്തോ. ഇത്രയ്ക്ക് തന്റെ കൈ കൊണ്ട് കൊടുക്കുന്നതല്ലേ, ഒട്ടും കുറയാൻ പാടില്ല. ആവശ്യമുണ്ട് ഇനിയും പറഞ്ഞാ മതി. ഇത്ര മതി. മതിയോ? ശരി. ആടോ ഒരു മിനിറ്റ്. ഇതും കൂടി തന്റെ വെച്ചോണം. എന്തേത്? തന്റെയും മോളുടെയും പേരില് ഞാൻ FD ഇട്ടിട്ടുണ്ടായിരുന്നു. അതിപ്പോ മെച്ചൂറായി. എന്തെങ്കിലും ആവശ്യം വന്നാ തനിക്ക് തന്നെ എടുക്കാമല്ലോ. എന്നോട് ചോദിക്കാൻ നിൽക്കണ്ട. അതുകൊണ്ട് ഇത് താൻ തന്നെ വെച്ചോ. അയ്യോ, അത് വേണ്ട ഗൂഗിൾ. ഇത് ഗൂഗിളിന്റെ കയ്യിൽ തന്നെ വെച്ചാ മതി. എടോ ഞാൻ പറയുന്ന കേക്ക്. ഇതിന്റെ അവകാശം താനാ. തന്റെയും മോളുടെയും ഏത് ആവശ്യത്തിനും ഇത് ഉപയോഗിക്കാം. ഇത് താൻ തന്നെ സൂക്ഷിക്കുന്ന എന്റെ സന്തോഷം. വാങ്ങിക്കടോ, ഞാനല്ലേ തരുന്നേ.